അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ $40 മില്യൺ ഇറാൻ പിരിച്ചെടുത്തിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ മീഡിയയിലൊക്കെ പ്രാധാന്യത്തോടു കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഗ്രൗണ്ട് ഫണ്ട് ശേഖരിച്ചുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്ന ഇറാനിലെ പൗരന്മാരിൽ നിന്ന് ശേഖരിക്കപ്പെട്ട പണമാണ് ട്രംപിനെ വധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്ന തരത്തിൽ ഗ്രൗണ്ട് ഫണ്ട് ശേഖരിച്ചുകൊണ്ടാണ് ഈ പണം സ്വരൂപിക്കപ്പെട്ടത്. പണം ഇപ്പോഴും വീണ്ടും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്വരൂപിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നു. തീർച്ചയായിട്ടും ട്രംപിനെ വധിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ആ ജോലി ഇറാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് ഈ പ്രസ്താവനയുടെ ഭാഗമായിട്ട് പറയുന്നത്. ഏത് തരത്തിൽ എങ്ങനെയാണ് അതീവ സുരക്ഷിതനായിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിനെ കൊല്ലാൻ വേണ്ടി സാധിക്കുക എന്ന ചില ചോദ്യത്തിനൊക്കെ അവർ മറുപടി പറയുന്നുണ്ട്. ട്രംപ് ഇതിനു മുൻപും വധശ്രമത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ്. അതേക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു അന്വേഷണം നടത്താൻ പറ്റാത്ത വിധം അവരങ്ങനെ ശുഷ്കിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ച് അമേരിക്കയുടെ പ്രസിഡന്റിന് നേരെ വെടിവെപ്പ് നടന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് പുറത്തുവിടാൻ എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എന്ന് ഇറാൻ ചോദിക്കുന്നു. ഗവൺമെന്റ് തലത്തിലല്ല ഈ പിരിവ് കാര്യങ്ങൾ നടത്തുന്നത്, എന്നാൽ ഗവൺമെന്റിന് ഇത് അറിയാവുന്നതാണ്. അവിടെയുള്ള ഒരു ജനകീയമായിരിക്കുന്ന ഒരു കൂട്ടായ്മയോ സംവിധാനമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയുടെ രൂപത്തിലോ ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു. ചാവൽ സ്ഫോടനമോ മറ്റോ വരുത്താനാണ് ആലോചിക്കുന്നത് എന്ന തരത്തിലേക്കും ഇതിൻ്റെ തുടർന്നുള്ള വിഷയങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുൻപ് അമേരിക്കയുടെ പ്രസിഡന്റ് അവിടെ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റു പല രീതിയിലൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പല ലോക രാജ്യങ്ങളിലും അങ്ങനെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും ഉന്നതരായിരിക്കുന്ന ആൾക്കാരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആയതിനാൽ ഇതൊരു ഗൗരവകരമായിരിക്കുന്ന വിഷയമൊന്നുമല്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്, ഞങ്ങൾ അത് നടപ്പിലാക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഈ അമേരിക്കയിൽ നിന്ന് ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും അത്തരം കാര്യങ്ങളൊക്കെ ഏത് നിസ്സാരമായിരിക്കുന്ന വ്യക്തിയോ രാജ്യമോ പറയുകയാണെങ്കിൽ പോലും അതിന് അതിൻ്റെതായിരിക്കുന്ന ഗൗരവമുണ്ട് എന്ന് ചില രാഷ്ട്രീയ പാർട്ടികൾ ട്രംപിനെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നു. ഇങ്ങനെ അതിന് തുടർച്ചയായ രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. മുൻപ് സമാനമായിരിക്കുന്ന ഒരു പ്രഖ്യാപനം, ഒരു വധശ്രമം അല്ലെങ്കിൽ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനം ഇറാന്റെ ഭാഗത്തുണ്ടായിരുന്നു. അത് ഔദ്യോഗികമായ രീതിയിൽ പ്രഖ്യാപിച്ചതായിരുന്നു. ആയത്തുള്ള അലി ഖൊമേനി രാജ്യം ഭരിക്കുന്ന കാലത്താണ് സൽമാൻ റഷ്ദി എന്ന് പറയുന്ന ബ്രിട്ടൻ പൗരൻ പ്രവാചകരെ നിന്ദിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതുന്നു. ആ ലേഖനവുമായിട്ട് ബന്ധപ്പെട്ട് അത് നിരോധിക്കാൻ വേണ്ടിയും അത് തടയപ്പെടാൻ വേണ്ടിയും ഇറാൻ ആവശ്യപ്പെടുന്നു. അത് തടയാതിരുന്ന സമയത്ത് എഴുത്തുകാരന് വധഭീഷണി മുഴക്കിക്കൊണ്ട് അതിനും ഈ സമാനമായിരിക്കുന്ന പണം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചാവൽ സംവിധാനത്തെ ഏർപ്പാടാക്കിയത്. ന്യൂജേഴ്സിയിൽ വെച്ച് അദ്ദേഹത്തിനെ വധിക്കാൻ വേണ്ടി ശ്രമം നടത്തി. അവരുടെ സുരക്ഷാ വിഭാഗം അതിനെ തടയപ്പെടുകയും അദ്ദേഹത്തിന് വെടിയേൽക്കുകയും ചെയ്തു. വെടിയേറ്റ് ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഒരു കണ്ണ് മാത്രമാണ് സൽമാൻ റഷ്ദിക്ക് ഉള്ളത്. അതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിച്ചത് ഇറാൻ തന്നെയാണ്. കഠിനവും കഠോരവുമായിരിക്കുന്ന ചില സമീപന നിലപാടുകളൊക്കെ റഷ്യയുടെ ഭാഗത്തുനിന്നുണ്ടായ സമയത്ത് അത് തെറ്റായിരിക്കുന്ന കീവഴക്കമാണ്. ഒരു മതത്തെ അത്രയും മോശമാക്കിയിട്ട് ചിത്രീകരിക്കുന്ന പ്രവർത്തനം അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ആയതിനാൽ ഈ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നല്ല, ഈ പുസ്തകം പിൻവലിക്കണം, അത് വിതരണത്തിലെത്താൻ പാടില്ല, അതിനെ വിചാരണ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇറാനിൽ ഉണ്ട് എന്നൊക്കെ ഓർപ്പിച്ചിരുന്നു. പക്ഷെ അതിനൊന്നും റഷ്യന് വഴങ്ങിയിട്ടില്ല. വലിയ രീതിയിൽ വിറ്റഴിക്കപ്പെട്ടതായിരുന്നു സാത്താനിക് പിശാചിന്റെ വചനങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥം. അത് ഇസ്ലാമിക ആശയ നിയമത്തെയും അതിൻ്റെ തത്വസംഹിതയെയും ഒക്കെ വികലമായ രീതിയിൽ ചിത്രീകരിക്കുകയും മോശപ്പെട്ട രീതിയിലുള്ള പരാമർശം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഇറാന്റെ ആരോപണം. പല രാജ്യങ്ങളും അത് നിരോധിച്ചു. ഇന്ത്യയിൽ രാജീവ് ഗാന്ധി ഭരണം നടത്തുന്ന കാലത്താണ് അദ്ദേഹം സൽമാൻ റഷ്ദിയുടെ ഈ ഗ്രന്ഥം ഇന്ത്യയിൽ നിരോധിച്ചതാണ്. ഇവിടെ വിതരണത്തിൽ എത്തിയിട്ടുമില്ല. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ, പല രാജ്യങ്ങളും അതിനെ അംഗീകരിക്കുകയും അതിനെ സ്വീകരിക്കുകയും വലിയ രീതിയിൽ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോത്സാഹനം നൽകുകയും ചെയ്തു. അത് പൗരാവകാശത്തിൻ്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി മാത്രമേ പരിഗണിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് ആ സമയത്ത് ബ്രിട്ടൻ്റെയൊക്കെ നിലപാട് ഉണ്ടായിരുന്നത്. ബ്രിട്ടൻ്റെ നിലപാടിനെ അവിടുത്തെ ജനങ്ങൾ അത് വിമർശിക്കുകയും അത് എതിരഭിപ്രായം പറയുകയും പ്രതിപക്ഷം വലിയ രീതിയിൽ ഇതിനെതിരെ രംഗത്ത് വരികയൊക്കെ ചെയ്തു. അത് രാഷ്ട്രീയമായ രീതിയിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കേണ്ടതുള്ളൂ. ഏതായിരുന്നാലും ബ്രിട്ടനാണ് അഭയം നൽകിയതിന് ശേഷം പിന്നീട് അയാൾക്ക് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴും വലിയ സുരക്ഷയിലാണ് സൽമാൻ റഷ്ദി കഴിയുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.
സമാനമായിരിക്കുന്ന സ്ഥിതി ട്രംപിന് നേരെ ഇറാന്റെ ഭാഗത്തും ഉണ്ടാകുന്നു. അന്ന് ആയത്തുള്ള അലി ഖുമേനി ആയിരുന്നു ഭരണം നടത്തി 1980 ആ കാലഘട്ടത്തിലാണ്. 79 ശേഷവും ആ കാലഘട്ടത്തിലുള്ള സംഭവമാണ് ഈ പറഞ്ഞത്. എന്നാൽ ഇപ്പോ അലി ഖംനായി ഭരണം നടത്തുന്നു. ആ ഭരണത്തിലാണ് അമേരിക്കയും ഇസ്രായേലും ഇറാന് നേരെ വളരെ വ്യക്തവും കൃത്യവുമായ രീതിയിൽ യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊണ്ട് തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ചത്. വലിയ രീതിയിൽ തിരിച്ചടി നൽകി. അതുകൊണ്ട് ഇറാന്റെ ബലവും ശക്തിയും എത്ര ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം തങ്ങൾക്ക് വീണ് കിട്ടി. അതിന് യഥാർത്ഥത്തിൽ ഇസ്രായേലിനോട് നന്ദി പറയുകയാണ് വേണ്ടത് എന്നൊരു അഭിപ്രായം ഇറാനിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ശക്തമായിരിക്കുന്ന ആക്രമണത്തിന്റെ മുമ്പിൽ തോൽവി സമ്മതിച്ചുകൊണ്ട് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ആവാം എന്ന് തങ്ങളോട് സംസാരിച്ചത് അമേരിക്കയാണ്. അതിന് രണ്ട് ഭാഗം അതിൽ പറയുന്നുണ്ട്. ഒന്ന്, ചെങ്കടലുമായി ബന്ധപ്പെട്ട് യമൻ നടത്തുന്ന രൂക്ഷമായിരിക്കുന്ന യുദ്ധം, പോരാട്ടം, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം ബ്രിട്ടനും അമേരിക്കയും ചെങ്കടലിൽ തോറ്റുപോയിരിക്കുന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ 1.5 വർഷമായി ഇവിടെ അവർ വിയർത്തൊലിച്ചുകൊണ്ടേയിരിക്കുന്നു. വലിയ നാശങ്ങളും നഷ്ടങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും സൈനിക നഷ്ടങ്ങളെല്ലാം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യമന് സാധിച്ചിട്ടുണ്ട്. ആ സമയത്ത് നഷ്ടത്തിന്റെയും നാശത്തിന്റെയും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് മധ്യസ്ഥത വിഷയം അല്ലെങ്കിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങുക എന്നുള്ളത് സ്വാഭാവികപരമായിട്ട് അവർ ചെയ്യുന്നതാണ്. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യമനുമായിട്ട് കരാർ ഉണ്ടാക്കാം എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് അമേരിക്ക തന്നെയാണ്. നമ്മൾക്ക് ഇനി ആവില്ല, അവരെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കില്ല, അവരില്ലാതാക്കാൻ വേണ്ടി സാധിക്കില്ല, അവർ വലിയ ശക്തരാണ്. മാത്രവുമല്ല അവരുടെ ആയുധ ശൃംഖല ഭയങ്കര ബൃഹത്തമാണ്. എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചതെന്ന് ഇതിനെ ഇപ്പോഴും അറിയില്ല. കടലിന്റെ അടിഭാഗത്താണോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ സൈനിക ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചത്. അവരുടെ ആയുധത്തിന്റെ ശേഖരങ്ങൾ കൂമ്പാരമായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. പല തരത്തിലും ഞങ്ങൾ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് നടത്തിയിട്ടുണ്ട്. ബ്രിട്ടൻ വേറെ നടത്തിയിട്ടുണ്ട്. ഞങ്ങളും ബ്രിട്ടൻ ഒരുമിച്ച് നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ പുറമെ ഇസ്രായേൽ വേറെ നടത്തിയിട്ടുണ്ട്. എന്നിട്ടും അവരുടെ ഈ ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വലിയ രീതിയിലുള്ള ആയുധ ശേഖരങ്ങൾ അവരുടെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ ശേഖരങ്ങളൊക്കെ കൊടുക്കുന്നവരാണ് ഇറാനാണ്. അപ്പൊ ഇറാൻ എങ്ങനെ കൈമാറുന്നു എന്നതിനെക്കുറിച്ചുള്ള വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇത് കടലിന്റെ അടിയിലാണോ, പർവ്വതത്തിന്റെ അടിയിലാണോ, മറ്റേതെങ്കിലും വഴികൾക്ക് അടിയിലാണോ ഇതെല്ലാം ശേഖരിക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാതായ സമയത്താണ് അമേരിക്ക പതുക്കെ അവരുമായിട്ട് ചേർന്നുകൊണ്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത്. അത് പറയുന്ന കാര്യം ഇറാനിലും അങ്ങനെ തന്നെയാണ്. ഇറാന്റെ തിരിച്ചടിയിൽ തരുത്തുപോയി യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കയും. അതിശക്തമായിരിക്കുന്ന തിരിച്ചടിയാണ് ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ യുദ്ധമൊക്കെ ഒരുപാട് നീണ്ടു നിന്നുകൊണ്ട് ഘട്ടം ഘട്ടമായ രീതിയിൽ ഇറാനെ പരാജയപ്പെടുത്തി അവിടെ ഭരണമാറ്റം ഉണ്ടായി. ഈജിപ്തിലൊക്കെ ചെയ്ത പോലെ അമേരിക്കക്കും ഇസ്രായേലിനും അനുകൂലമായിരിക്കുന്ന ഒരു പാവ സർക്കാരിനെ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ഇസ്രായേലിന്റെ ആഗ്രഹം. അങ്ങനെ തന്നെയായിരുന്നു അമേരിക്ക കണക്ക് കൂട്ടിയതും. എല്ലാ കണക്കുകൂട്ടലും തെറ്റി. അമേരിക്കയുടെ കണക്കുകൂട്ടലും തെറ്റി. അമേരിക്കയുടെ ആക്രമണത്തിനൊന്നും പ്രതികരിക്കുമെന്ന് ഒരിക്കലും അവർ കണക്ക് കൂട്ടിയിട്ടില്ല. പ്രതികരണം അതിശക്തമായിരുന്നു. ഏറ്റവും വലിയ എയർബേസിന് നേരെ, അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസിന് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. അതിന്റെ നാശനഷ്ടങ്ങളൊക്കെ പിന്നീടാണ് പുറത്തു വന്നത്. അവരുടെ ഇൻഫർമേഷൻ ബിൽഡിംഗ് അപ്പാടെ തന്നെ നിലം പൊത്തി. തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിനെ അത് സാരമായിട്ട് ബാധിച്ചു. 4-ലധികം മിസൈലുകൾ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് വീണു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കിട്ടിയിരിക്കുന്ന വിവരം. 4 അല്ല 6-ലധികം വീണിട്ടുണ്ട് എന്ന് മറ്റൊരു റിപ്പോർട്ടും കാണുന്നു. 60ഓളം മിസൈലുകൾ ഇറാനിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിൽ മർമ്മപ്രധാനമായിരിക്കുന്ന ലക്ഷ്യം കണ്ട ഈ മിസൈലുകൾ 4-ലധികം ഉണ്ട് എന്ന് ഇറാൻ അവകാശപ്പെടുന്നു. 1 മാത്രമാണ് എന്ന് അമേരിക്ക പറയുന്നു. അങ്ങനെ ഈ മിസൈൽ വീണതുമായിട്ട് ബന്ധപ്പെട്ട് 2 അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അത് പിന്നെ എല്ലാ കാലത്തും അമേരിക്കയും ഇസ്രായേലും പറയുന്നതാണ്. നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വധിക്കപ്പെടേണ്ടവരാണ്. അയാൾ ജീവിച്ചിരിക്കേണ്ട കക്ഷിയല്ല. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു. സൽമാൻ റുഷ്ദി പ്ലാൻ അത് മുന്നോട്ട് വെച്ചുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ ആ ദൗത്യം ഞങ്ങൾ നിർവഹിക്കും എന്നുള്ളതും അതിന് ആളെ തയ്യാറാക്കിയിരിക്കുന്നു എന്ന തരത്തിലും അത്തരം പ്രവൃത്തി ചെയ്യുന്ന ആൾക്ക് $40 മില്യൺ ഞങ്ങൾ ഇനാം പ്രഖ്യാപിക്കുന്നു എന്നുള്ള വിവരപ്പോൾ ഈ ഇറാനിൽ നിന്ന് പുറത്തു വന്നതോടുകൂടി ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ക്ഷീണമുണ്ടാക്കിയ കാര്യമാണ്. വല്ലാത്ത രീതിയിൽ അഭിമാനക്ഷതമുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. ലോകത്തിന് മുമ്പിൽ തലയുയർത്തി നടക്കാൻ പറ്റാത്ത നാണംകെട്ട ഒരു സ്ഥിതിയിലേക്ക് അമേരിക്ക മാറിയിരിക്കുന്നു എന്നാണ്. അത് പറയാനുള്ള കാരണം അമേരിക്കയുടെ പ്രസിഡന്റ് നേരെ ഇത്രയും കൃത്യമായ രീതിയിൽ പിരിവെടുത്തുകൊണ്ട് പണം ശേഖരിച്ചുകൊണ്ട് വധിക്കുമെന്ന് പറഞ്ഞത് ഇതിനു മുൻപ് ഒരു രാജ്യം പറഞ്ഞിട്ടില്ല. റഷ്യ പോലും പറയാൻ പേടിക്കുകയും മടിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇറാൻ പറയുന്നത്. മാത്രവുമല്ല ഇറാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് നടപ്പിലാക്കും എന്നൊരു പേടി അമേരിക്കക്കുണ്ട്.
ഇങ്ങനത്തെ വല്ലാത്തൊരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. ഏത് തരത്തിലാണ് ഇറാനെ കെട്ടിയിടേണ്ടത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ച് വരികയാണ് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഒരു ഭരണകക്ഷിയിൽപ്പെട്ട പ്രതിനിധി പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നത്. എന്നാൽ അതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന ചോദ്യത്തിന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറി എന്നുകൂടിയാണ് നമുക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.